അത്രമാത്രം ട്രോമകളിലൂടെ കടന്നുപോയോ? യെസ്, എന്നെ സെറ്റിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേറെ ആരും എന്നോട് മിണ്ടാൻ പാടില്ല. കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ കാര്യം അതോടെ എല്ലാവർക്കും അറിയാൻ. ഇറ്റ് വാസ് ഓപ്പൺ സീക്രട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഓപ്പൺ. ആരാണ് അപ്പോൾ ഒറ്റപ്പെടുത്തിയത്? ആരൊക്കെയാണ്? ചേച്ചി പറഞ്ഞ ആ സെറ്റില് എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന്. പക്ഷെ ഒറ്റപ്പെടുത്തിയവരും ഉണ്ടാവും, നമ്മളെ ചേർത്ത് പിടിച്ചവരും ഉണ്ടാവും. ടെക്നീഷ്യൻസ് ഐ റെസ്പെക്ട് ദം. എന്ന് വെച്ചാൽ എന്നും എന്നോട് പറയും ഇതിനൊരു നല്ലത് വരും, ഇത് ചേച്ചിയുടെ മുമ്പിൽ തന്നെ നിങ്ങൾ കാണും, ഇവിടെ പിടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ എന്നോട് ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ആ ഒരു സീരിയലിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതെ, ചേച്ചിക്കൊന്നുമില്ല പോകാൻ. ചേച്ചി പോയി കഴിഞ്ഞാൽ ഒരു വർക്ക് പോയി, ഇത്രയും ആൾക്കാർ, പിന്നെ അത് വേറെ രീതിയിലാന്ന് പറഞ്ഞാൽ എന്നെ അഡ്വൈസ് ചെയ്ത കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഇന്നും ഇപ്പോഴത്തെ സെറ്റിലും അവരുണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ ഉണ്ടായ ഡിഫറൻസും ആസ് എ പേഴ്സൺ ഞാൻ എങ്ങനെ ഗ്രോ ചെയ്തു എന്ന് അവർക്കറിയാം. ആദ്യം തന്നെ നമ്മൾ ഇന്നസെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഏജ് ഉണ്ടെങ്കിലും പുറത്ത് നമുക്ക് ഇത്ര ബുദ്ധി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തുനിന്ന് വരുന്നവർക്ക് എസ്പെഷ്യലി സ്ട്രീറ്റ് സ്മാർട്ട് അല്ല ഇവിടെ. ഇവിടെ ആൾക്കാർ ഭയങ്കര സ്മാർട്ടാണ്. അത് കണ്ട് നമ്മൾ അത്ര സ്മാർട്ട് ആയില്ലെങ്കിലും ജീവിക്കാനെങ്കിലും പഠിക്കണം. അതെ, അത്രയും മാത്രം പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സീരിയൽ കണ്ടിന്യൂ. അത് ഞാൻ എൻ്റെ കമ്മിറ്റ്മെന്റ് വിട്ട് പോവാ. ഇഫ് ഐ കമ്മിറ്റ് ഇറ്റ് ഈസ് ഡൺ. അല്ലെങ്കിൽ ഞാൻ അതിന് തക്കതായ റീസൺ കൊടുത്ത് ഞാൻ ഇറങ്ങും അവിടുന്ന്. ചേച്ചി മാത്രമാണോ അല്ലെങ്കിൽ ആ സീരിയലുള്ള മറ്റു സ്ത്രീകൾക്കും ഇതുപോലെ? അത് അവരോട് തന്നെ ചോദിക്കണം. അത് അവരുടെ പാട്ട് അവരെന്നെ പറയണം. ലൈക്ക് എനിക്ക് എൻ്റെ കാര്യമല്ല സംസാരിക്കാൻ പറ്റും. അതെ, ഈ തുറന്നു പറച്ചിൽ കൊണ്ടേ നമ്മൾ ലൈവ് ഇട്ടതിന് ശേഷം ആളുകളുടെ ഈ കൂടെ ഉണ്ടായി സെറ്റിലുണ്ടായ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? സെയിം, അവർക്കൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. ബിക്കോസ് അവർക്കറിയാം ഇതിൻ്റെ ഒന്നും ആവാൻ പോണില്ല. ഞാനൊരു മൊമെന്റിൽ ഞാനത് ചെയ്തു, പിറ്റേ ദിവസം സോറി പറഞ്ഞു, പിന്നെ വർക്ക് വേഗം നിന്നുല്ലോ. അത് പിന്നെ അത്ര പോയില്ലല്ലോ. ഓഗസ്റ്റ് വരെ നമ്മൾ ഷൂട്ട് ചെയ്തോളൂ, ജനുവരി ടു ഓഗസ്റ്റ്. ഈ സീരിയൽ, ഈ ചേച്ചി ഇപ്പോൾ പറഞ്ഞൊരു സീരിയൽ പെട്ടെന്ന് നിർത്തിയപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ, ഒരു ഈഗോ ക്ലാഷിൻ്റെ പേരിലൊക്കെയാണ് ഈ സീരിയൽ നിർത്താനിടയായതെന്ന്. അതിൽ ചേച്ചിക്കും ഒരു പങ്കുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡയറക്ടർ വാസ് വെരി ബാഡ്. അയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെറ്റിൽ ചെയ്യുക, ഒരാൾ മുഖത്ത് നോക്കാണ്ടിരിക്കുക, നമ്മളോടൊന്നും പറഞ്ഞു തരാണ്ടിരിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക, നമ്മുടെ റൂമിൽ പോയിരിക്കുക, ബാക്കി ആരും നമ്മളോട് മിണ്ടരുത്. പക്ഷെ അതിൽ ഒരു ലേഡി മാത്രം എന്നോട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അത് നമ്മുടെ തമ്പുരുമോളില്ലേ, അതിലെ ഒരു ക്യാരക്ടർ, സോനയുടെ അമ്മ. ഷീ വാസ് ദെയർ വിത്ത് മീ ഫോർ തിക്ക് ആൻഡ് തിൻ. അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അവർക്ക് എല്ലാ സത്യങ്ങളും അറിയാം. അവർ മാത്രമേ ഉള്ളൂ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കൂടെ നിന്ന് അവർ മാത്രം. ഇത്രയും മനസ്സിലൊരു സ്ട്രഗിൾ ഉണ്ടായിട്ട് എങ്ങനെയായിരുന്നു സ്ക്രീനിന്റെ മുന്നിൽ എഫേർട്ട്ലെസ്ലി അത് അഭിനയിച്ചത്? നമുക്കതൊരു വൈരാഗ്യം വരുന്നത്, നന്നായി കാണിക്കണം എന്നുള്ളത്. ഇപ്പം പറയാൻ പറ്റില്ല, അത്രയും ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പുറത്ത് നിന്നിട്ട് ഞാനിപ്പോൾ ഇത് സജഷൻ നിൽക്കണമെങ്കിൽ ഐ വിൽ ആക്ട് ദെയർ. ആ മുമ്പിലുള്ള ആളുടെ പെർഫോമൻസ് നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ആക്ട് ചെയ്യും. പക്ഷെ നമുക്ക് ചില നേരത്ത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ട് നമുക്ക് കുറേ ഫേസ് ചെയ്തിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഫേസ് ചെയ്ത് നമ്മൾ വന്നാൽ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. മേ ബി എൻ്റെ കർമ്മയായിരിക്കും ടു ഗോ ത്രൂ ഓൾ ദിസ്. ഇപ്പം എങ്ങനെയുണ്ട് ലൈഫ്? ഇപ്പം ഐ ഹവ് ബിക്കം വെരി സ്മാർട്ട്. ഇപ്പം സ്ട്രീറ്റ് സ്മാർട്ടായി. ഇപ്പം സ്ട്രീറ്റ് സ്മാർട്ടാണ്. ഇപ്പം ഐ നോ വാട്ട് ഐ വോണ്ട്, വാട്ട് ഐ അലൗ, വാട്ട് ഐ വോണ്ട് അലൗ. കട്ട് ആൻഡ് റൈറ്റ് ആണ്. ഒരു നോ പറഞ്ഞതുകൊണ്ടാണ് ചേച്ചി ഇത്രയും ആ ഒരു സെറ്റിൽ അനുഭവിച്ചത്. നമ്മൾ ഇന്നത്തെ സമൂഹം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയണമെന്ന് തന്നെ. ഈ നോ പറഞ്ഞു കഴിഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യും? ആ ഒരു കുറച്ച് കാലത്തേക്കുള്ള സപ്പോർട്ട് എല്ലാവരും എന്ത് മീഡിയക്കാർ എല്ലാം കവർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യുവർ പേഴ്സണലി, നിങ്ങളൊരു സ്ഥലത്തിരിക്കും, നിങ്ങൾ ഒരാളുണ്ടാവില്ല, നിങ്ങൾ ആ ലൊക്കേഷൻ ചിലപ്പോൾ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എല്ലാവർക്കും അവരവരുടെ ജോലിയല്ലേ അതെ ആണ്. പക്ഷെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ ഒരു ചേഞ്ച് വരും. അതിന് നമ്മൾ തന്നെ ആലോചിക്കണം. ഞാൻ മാത്രം ആലോചിച്ചോണ്ട് കാര്യമില്ല, കൂടെ നിൽക്കുന്നവർക്കും തോന്നണം. ഒരു പെണ്ണ് എന്നെ ഹെൽപ്പ് ചെയ്യണം. അല്ലാണ്ട് ഐ ഹവ് നോട്ട് സീൻ ദാറ്റ്. അത് റെയറാണ്. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് വേറൊരു സ്ത്രീ തന്നെയാണ്. അങ്ങനെ ഏത് സ്ത്രീയാണ് ദ്രോഹിച്ചത്? അത്രയും അതൊക്കെപ്പോൾ അവരോട് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. വാനമ്പാടി ലൊക്കേഷനിൽ ചോദിച്ചാൽ ഓരോ കുട്ടികൾ വരെ പറഞ്ഞു തരും എന്തൊക്കെയുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെ പിന്നിൽ ഈ ഒരാളായിരുന്നു. എല്ലാത്തിൻ്റെ പിന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നന്നായി കഴിഞ്ഞ ഒരാൾക്ക് ഒരു പ്രോബ്ലം വരില്ല. ഞാൻ 3 മണി സീരിയൽ ചെയ്തു, അനുരാഗ ഗാനം പോലെ ചെയ്തു, then I did സ്വന്തം സുജാത. ഇത്രയും സീരിയൽസ് ചെയ്തില്ല. ഇപ്പം ഇഷ്ടം മാത്രം. വി ഓൾ ആർ ഹാപ്പി.
വാനമ്പാടി വാസ് എ സൂപ്പർ ഹിറ്റ് സീരിയൽ. നമ്മൾ ചേച്ചീനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടത് ആ ഒരു സീരിയലിലൂടെയാണ്. അത്രയും മാത്രം പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ക്യാരക്ടറാണത്. അതിൽ കുറേ ഫേസ് ചെയ്തു ശരിക്കും. ഇപ്പോഴും അതെനിക്ക് ടിയേഴ്സ് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ആലോചിക്കുമ്പോൾ വൈ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ എന്തിനാണ് ഇതിനൊക്കെ നിന്ന് കൂടെ റിറ്റാലിയേറ്റഡ്. ആ ടൈമിൽ റിറ്റാലിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കറിയില്ല എന്താണെന്ന്. വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടഡ് ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട്. ഇതുകൊണ്ടല്ല ഞാൻ ജീവിക്കണത്, റൈറ്റ്? പക്ഷെ ഇതെൻ്റെ ഒരു പാഷനാണ്. ഞാൻ പറയില്ലേ, അത്ര ഇഷ്ടം കൊണ്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നതിലും അത്രയും ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യണ വർക്കാണ്. ഇത് ഫേസ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന്. പക്ഷെ പലരും പറഞ്ഞു നിൽക്കണം, പോകരുത്, ഇറങ്ങരുത്. അങ്ങനെ ഞാൻ നിന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങായിരുന്നു. എല്ലാവരും ചോദിച്ചു ചേച്ചി വീട്ടിൽ പോയി മിണ്ടാണ്ടിരുന്നാലും പോരാ ചേച്ചിക്ക് ചോദിച്ചവരുണ്ട്. ഞാൻ ശരിയാണ്. പക്ഷെ എല്ലായിടത്തൊന്നും തോറ്റുകൂടാൻ പറ്റുമോ? അത് ശരിയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് ഇത്തവരെ എത്തി. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് കേട്ടിട്ടില്ല. യു ഹാവ് ടു സർവൈവ്. അത് ഓരോ പെൺകുട്ടികളും പെണ്ണുങ്ങളും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്. ഡോണ്ട് ലെറ്റ് ദാറ്റ് ഫയർ ഡൈ. ആർക്ക് വേണ്ടി? ചേച്ചി കർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഐ ബിലീവ് കർമ്മ. വാട്ട് നെക്സ്റ്റ് ലൈഫിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ തന്നെ എല്ലാം കാണും എന്നുള്ളത് എനിക്കറിയാം. ആൻഡ് ഐ ഹവ് സീൻ ദാറ്റ് ഹാപ്പനിങ്. 10 കൊല്ലം മുമ്പ് എന്നെ ദ്രോഹിച്ച ആൾക്കും കൂടി ഇപ്പൊ കിട്ടിയത് ഞാൻ കണ്ടു റീസെന്റ്. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞ വേറെ ആൾക്കാരാണ്. ഞാൻ അവരെ മറന്നുപോയി, ആ ക്യാരക്ടേഴ്സിനെ മറന്നുപോയി. പക്ഷെ തിരിച്ച് വേറെ ആൾക്കാർ പ്രിയ എന്ന് അനുഭവിച്ചതിൽ സെയിം അതിനേക്കാൾ ഡബിൾ അനുഭവിച്ചിട്ടാണ് ആൾ അവിടുന്ന് പോയെന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ നന്നാവണം, ഞാൻ ഇനിയും നന്നാവണം. ഒരിക്കലും എൻ്റെ മനസ്സിൽ നെഗറ്റീവ് വേറെ ആളെ ദ്രോഹിക്കാൻ, എനിക്ക് നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ വേറെ ആൾക്കാരെ ദ്രോഹിക്കാൻ പോകാറില്ല. എന്നെ ദ്രോഹിച്ചാൽ അപ്പം തന്നെ അത് കാണും നമ്മൾ. യു ഡോണ്ട് ഡു എനിത്തിങ്, യു ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്. വിശ്വാസിയാണോ? ബിലീവറാണോ? ഭയങ്കര ബിലീവർ. അല്ലെങ്കിൽ ഞാൻ പറയും എനിക്ക് അനുഭവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ വെൻ തിങ്സ് ടേൺ അറൗണ്ട് ഐ സേ ഓക്കെ. ക്ഷമിച്ചു കളയോ എല്ലാവരോടും? പക്ഷെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. ഐ ഫർഗീവ് ദം, പക്ഷെ ഐ കാൻറ്റ് ഫർഗെറ്റ് ചെയ്യില്ല. നമ്മൾ ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഫോർഗീവ് ചെയ്യുന്നത്? അതെ. അല്ലെങ്കിൽ അത് എന്നെ മെന്റലിയും ഫിസിക്കലി അത് ഒരു എക്സസ് ബാഗേജും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ മറക്കില്ല ആൾ ഒരിക്കലും.